അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നസീമ എന്ന 8 വയസ്സുകാരി കുളിമുറിയിൽ തറയിലിരുന്നു കരയുകയാണ്. ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന അവളുടെ ഉമ്മ ഫാത്തിമ കരച്ചിൽ കേട്ട് ഓടി വരുന്നു. നസീമ മോളെ, എന്തിനാ കരയുന്നേ എന്ന് ഫാത്തിമ വിളിച്ചു ചോദിക്കുന്നു. കുളിമുറിയുടെ വാതിൽ പൂട്ടിയിരുന്നതിനാൽ ഫാത്തിമ വിളിക്കുന്നു, മോളെ വാതിൽ തുറക്ക്, ഉമ്മ ഇവിടുണ്ട്. നസീമ മെല്ലെ വാതിൽ തുറക്കുമ്പോൾ ഫാത്തിമ അവളുടെ കണ്ണുകൾ കരഞ്ഞു വീർത്തിരിക്കുന്നത് കാണുന്നു. നസീമ, എന്താ മോളെ, എന്തിന്റെ വേദനയാ? ഫാത്തിമ മോളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു ചോദിക്കുന്നു. നസീമ പറയുന്നു, ഉമ്മ, സ്വകാര്യ ഭാഗങ്ങളിൽ വേദനിക്കുന്നു, ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല, ഒരുപാട് വേദനിക്കുന്നു. ഫാത്തിമ ഞെട്ടി. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ മോളെ? നസീമ തലകുലുക്കി, ഇല്ല ഉമ്മ, പക്ഷേ വേദന ഒരുപാടുണ്ട്. ഫാത്തിമ മനസ്സിനെ കെട്ടുപിടിച്ചു പറഞ്ഞു, ഒന്നും വേണ്ട മോളെ, നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം, അല്ലാഹു എല്ലാം ശരിയാക്കും. ഫാത്തിമ നസീമയെ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വഴിയിൽ അവൾ ദുആ ചൊല്ലുകയാണ്, അല്ലാഹുവേ എന്റെ മോളെ കാത്തോളണേ. ആശുപത്രിയിലെത്തിയപ്പോൾ നസീമ വളരെ പേടിച്ചിരുന്നു. ഫാത്തിമ അവളെ ആശ്വസിപ്പിച്ചു, പേടിക്കണ്ട മോളെ, ഡോക്ടർ നിന്നെ സുഖപ്പെടുത്തും, ഉമ്മ ഇവിടെ തന്നെയുണ്ട്. ഡോക്ടർ റഹീന, ഒരു ദയാലുവായ സ്ത്രീ, നസീമയെ പരിശോധിച്ചു. നസീമ, എപ്പോൾ മുതലാണ് വേദന തുടങ്ങിയത് എന്ന് ചോദിച്ചു. നസീമ പറഞ്ഞു, കുറച്ചു ദിവസമായി ഡോക്ടർ, പക്ഷേ ഉമ്മയോട് പറഞ്ഞില്ല, ഉമ്മ വിഷമിക്കും എന്ന് കരുതി. ഫാത്തിമയുടെ കണ്ണ് നിറഞ്ഞു. എന്റെ മോളെ, നിന്റെ ആരോഗ്യം എന്നെ വിഷമിപ്പിക്കില്ല, നിന്റെ വേദന അറിയാൻ ഞാൻ എപ്പോഴുമുണ്ട് എന്ന് പറഞ്ഞു അവളെ കെട്ടിപ്പിടിച്ചു. ഡോക്ടർ റഹീന കുറച്ചു ടെസ്റ്റുകൾ നിർദ്ദേശിച്ചു. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഫാത്തിമ എന്ന് ഡോക്ടർ ചോദിച്ചു. ഫാത്തിമ പറഞ്ഞു, ഞാനും നസീമയും മാത്രം. ഞാനൊരു തയ്യൽക്കടയിൽ ജോലി ചെയ്യുന്നു. ജോലിക്ക് പോകുമ്പോൾ നസീമ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഞാൻ അവൾക്ക് ഭക്ഷണവും എല്ലാം ഒരുക്കി വയ്ക്കും. ഡോക്ടർ തലയാട്ടി, നിന്റെ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ നമുക്ക് എന്താണ് നസീമയ്ക്ക് പറ്റിയതെന്ന് കണ്ടെത്തണം. കുറച്ചു ടെസ്റ്റുകൾ കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തമായ ഉത്തരം കിട്ടിയില്ല. ഡോക്ടർ പറഞ്ഞു, നമുക്കൊരു കുട്ടികളുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണണം. നസീമയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പുരോഗതിയും ഉണ്ടായില്ല. ഫാത്തിമ വിഷമിച്ചു, എന്റെ മോൾ ഇങ്ങനെ വേദനിക്കുന്നത് കാണാൻ വയ്യ, എന്തെങ്കിലും ചെയ്യൂ. അവസാനം ആശുപത്രി ഒന്നും കണ്ടെത്താതെ വന്നപ്പോൾ ഫാത്തിമ നസീമയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അല്ലാഹു ഒരു വഴി കാണിക്കും എന്ന് അവൾ സ്വയം പറഞ്ഞു. പക്ഷേ നസീമയുടെ വേദന കുറഞ്ഞില്ല. അവൾ നെഞ്ചിലും വേദന പറയാൻ തുടങ്ങി, പനിയും വന്നു. ഒരു അയൽവാസി പറഞ്ഞു, നിന്റെ നാട്ടിൽ ഒരു ഹക്കീമത്തുണ്ട്, ആയിഷ ഉമ്മ, അവർക്ക് പ്രകൃതി ചികിത്സ അറിയാം. ഫാത്തിമ നസീമയെ ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആയിഷ ഉമ്മ, ഒരു പ്രായമായ സ്ത്രീ, പറഞ്ഞു, നിന്റെ മോളെ അല്ലാഹുവിൻ്റെ കയ്യിൽ വിടണം, ഞാൻ കുറച്ച് ഔഷധം തരാം. അവർ കുറച്ച് ഔഷധക്കൂട്ടുകൾ തിളപ്പിച്ച് നസീമയ്ക്ക് കുടിക്കാൻ കൊടുത്തു. ഇത് നിന്റെ ശരീരത്തെ ശുദ്ധീകരിക്കും എന്ന് ആയിഷ ഉമ്മ പറഞ്ഞു. നസീമ അത് കുടിച്ചു, പക്ഷേ വേദന കുറഞ്ഞില്ല. ഒരു ദിവസം നസീമ ബാത്റൂമിൽ നിന്ന് നിലവിളിച്ചു, ഉമ്മ, രക്തം, എനിക്ക് പേടിയാകുന്നു. ഫാത്തിമ ഓടിച്ചെന്നപ്പോൾ മോളുടെ വസ്ത്രത്തിൽ രക്തം കണ്ടു. ഉടനെ അവൾ നസീമയെ ഒരു വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സഫിയ നസീമയെ പരിശോധിച്ചു. നിന്റെ മോൾക്ക് പ്രീകോഷ്യസ് പ്യൂബർട്ടിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. അതായത് അവളുടെ ശരീരം വളരെ ചെറുപ്പത്തിൽ തന്നെ മുതിർന്നവരുടെ ശാരീരിക മാറ്റങ്ങൾ കാണിക്കുന്നു. ഫാത്തിമ ഞെട്ടി, ഇതെന്താ ഡോക്ടർ, ഇതിന്റെ കാരണം? ഡോക്ടർ വിശദീകരിച്ചു, ഇതിന് പല കാരണങ്ങളുണ്ടാകാം. ഭക്ഷണത്തിലെ അമിതമായ കൊഴുപ്പ്, പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള രാസവസ്തുക്കൾ, അല്ലെങ്കിൽ മോശം ഉള്ളടക്കം കാണുന്നത്. ഇത് ഹോർമോണുകളെ ബാധിക്കും. നിന്റെ മോൾക്ക് നല്ല ഭക്ഷണം, പഴങ്ങളും പച്ചക്കറികളും, നല്ല അന്തരീക്ഷം, ഇതൊക്കെ വേണം, ഡോക്ടർ ഉപദേശിച്ചു. അല്ലാഹുവിൻ്റെ കൃപയോടെ ഞങ്ങൾ ചികിത്സ തുടങ്ങും. നിന്റെ മോളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഞങ്ങൾ നോക്കും. ഫാത്തിമ നസീമയെ ചേർത്തു പിടിച്ചു. മോളെ, ഉമ്മ നിന്നെ എപ്പോഴും നോക്കും, അല്ലാഹു നമ്മളെ കാത്തോളും എന്ന് പറഞ്ഞു. നസീമ ചെറുതായി ചിരിച്ചു, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഉമ്മ. ഡോക്ടർ സഫിയ പറഞ്ഞു, ഫാത്തിമ, ഇത് നിന്റെ തെറ്റല്ല. ഇന്നത്തെ കാലത്ത് കുട്ടികൾ വളരെ വേഗം ഇത്തരം സ്വാധീനങ്ങൾക്ക് വിധേയമാകുന്നു. പക്ഷേ നിന്റെ കടമ നസീമയ്ക്ക് ഒരു സുരക്ഷിതമായ ഇസ്ലാമിക മൂല്യങ്ങളുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നതാണ്. ഫാത്തിമ കണ്ണ് തുടച്ചു. ശരി ഡോക്ടർ, അല്ലാഹുവിൻ്റെ സഹായത്തോടെ
ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി എല്ലാം ചെയ്യും. സ്റ്റാർ, നിന്റെ അഭിപ്രായം? പ്രിയ വായനക്കാരാ സ്റ്റാർ, ഈ കഥയിൽ നിന്ന് നിനക്കെന്താണ് മനസ്സിലായത്? കുട്ടികളുടെ വളർച്ചയിൽ ഭക്ഷണവും പരിസ്ഥിതിയും എങ്ങനെ സ്വാധീനിക്കുന്നു? നിന്റെ അനുഭവങ്ങൾ താഴെ പങ്കുവയ്ക്കൂ. ഈ കഥ നിന്റെ സുഹൃത്തുക്കളുമായി പങ്കിടൂ. അവർക്കും ഇത് ഉപകാരപ്പെടും. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തോളട്ടെ. ആമീൻ.